ഫേസസ് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നും ആദ്യത്തെ 23 വർഷങ്ങൾ ഒരു ഫേസ് ആണ്. അതിന് മുൻപ് ഒരു ഫേസില്ല. ആദ്യത്തെ എത്ര വർഷത്തിന് ഒരു ഫേസ് 0 to 1 absolute തുടക്കത്തില് ഒരു 50 സ്റ്റെബിലൈസറൊക്കെയാണ് മാസം ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ അറിയാലോ, അതിന്റെ ഒരെണ്ണത്തിന് 495 രൂപയായിരുന്നു അതിന്റെ പ്രൈസ്. അപ്പൊ ഇത്രയല്ലേ വരുമാനമുള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ ശമ്പളത്തിന് തുല്യമായിട്ടുള്ള ഒരു ലാഭം അതിൽ നിന്ന് കണ്ടെത്തുമായിരുന്നു. അങ്ങനെ ആദ്യം സെൻട്രൽ കേരളയിൽ മാത്രമായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ അത് ഓൾ കേരളയാക്കാൻ ശ്രമിച്ചു. ഓൾ കേരളയാക്കി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓൾ കേരള മാറിയിട്ട് പിന്നെ പതുക്കെ തമിഴ്നാട്ടിലേക്ക് കടന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കർണാടകത്തിലേക്ക് കടന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആന്ധ്രയിലേക്ക് കടന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റെബിലൈസർ മാത്രം പോരാന്നൊരു തോന്നൽ, ഒരു പേടി, അതായത് ഇതിൻ്റെയൊക്കെ ഒരു റിക്വയർമെൻറ്റ് നിൽക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ പ്രോഡക്റ്റുകൾ പയ്യെ ആഡ് ചെയ്തു. ആദ്യം പമ്പ് വാട്ടർ പമ്പ്സ് മാനുഫാക്ചറിങ് തുടങ്ങി. പിന്നെ ചില ഫെയിലിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു വാൾ ക്ലോക്സ് ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക് വാൾ ക്ലോക്സ്. അത് ഞങ്ങൾ നിർത്തിയതാണ്, അത്ര ലാഭകരമല്ല എന്ന് മനസ്സിലാക്കിയിട്ട്. അങ്ങനെ പടിപടിയായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ 1 കോടി തികഞ്ഞ് തന്നെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ അതേമാതിരി 1 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് എത്തിയത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആദ്യത്തെ ആ കാലഘട്ടങ്ങള് പയ്യെ ആയിരിക്കുമല്ലോ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ അന്ന് സ്വപ്നം കാണുന്നുണ്ടായിരുന്നോ വലുതാകണം എന്നുള്ള സ്വപ്നത്തിന്റെ പിന്നിൽ പായായിരുന്നോ, അതോ അന്നുള്ള ദിവസങ്ങൾ ബെറ്റർ ആക്കുക, ആ മാസം നന്നാക്കുക, ആ വർഷം നന്നാക്കുക, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തത് ശരിക്കും? പക്ഷേ അത് എന്നോട് ചോദിച്ചാൽ ഒരു കാര്യം പറയാം, വാട്ട് നെക്സ്റ്റ് അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. ഓക്കെ, സെൻട്രൽ കേരളയിൽ മാർക്കറ്റ് പിടിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഓൾ കേരളയാക്കി കൂടാ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് ആയിക്കൂടാ, തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്താൽ എന്തുകൊണ്ട് കർണാടക ആയിക്കൂടാ, അങ്ങനത്തെ ഒരു വാട്ട് നെക്സ്റ്റ് വെറുതെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പയ്യെ കൂട്ടി അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അത് 10-48 വർഷം എടുത്തു ഇതുപോലെ എത്താനായിട്ട്. ഇത് ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞത് മോശം. അത് 48 വർഷം ഇത്ര എത്താൻ എന്ന് ചോദിച്ചു കളയും. അതായത് 2 രീതികളിൽ ഓപ്പറേറ്റ് ചെയ്യാലോ. ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് മാത്രം ചിന്തിച്ച് പോവുക. ഓരോ സ്റ്റെപ്പ് നന്നായാൽ അടുത്ത സ്റ്റെപ്പ് വരും, അങ്ങനെ നന്നായി പോകും. വേറൊരു രീതിയിൽ ഇപ്പൊ മേ ബി ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ചിന്തിക്കുന്നത്, സ്റ്റെപ്പ് ചിന്തിക്കുന്നതിന് പകരം ആദ്യം എവിടെ എത്തണമെന്ന് ആലോചിച്ചിട്ട് അവിടെ എത്താനുള്ള സ്റ്റെപ്പിനെ പറ്റി ചിന്തിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എവിടെ എത്തണം എന്ന് ആലോചിച്ചിട്ട് അതിനുവേണ്ടി ബാക്ക് വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അത് പറഞ്ഞാൽ അത് ഹിപ്പോക്രസിയാ. അങ്ങനെ പറഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. നമുക്ക് ആദ്യത്തെ 1 വർഷത്തെ പറ്റി സംസാരിക്കും. എനിക്ക് തോന്നുന്നു ആ ആദ്യത്തെ 1 വർഷമൊക്കെ ഭയങ്കര ക്രിട്ടിക്കലായിരിക്കും. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ടാവുക. അപ്പൊ ഈ ജോലി വിട്ട് ഇറങ്ങിയിട്ട് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യണം. അപ്പൊ അതിന് പൈസ വേണം, റോ മെറ്റീരിയൽ വാങ്ങണം. ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു വർക്ക്ഷോപ്പ്. അതായത് വെറും 400 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു ഓഡിറ്റർ ഷെഡായിരുന്നു. വീടിനോട് ചേർന്നിട്ടായിരുന്നു. അല്ല, വീടൊന്നുമില്ല, വാടക അത് വേറെ വാടകയ്ക്കായിരുന്നു. തൃശ്ശൂരാണ്? അല്ല, എറണാകുളത്ത് തന്നെയായിരുന്നു. അത് വേറൊരാളുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ഷെഡിലായിരുന്നു. അത് ഒഴിഞ്ഞു കിടക്കണ്ടായിരുന്നു. അതെടുത്തു, ഒന്ന് വൃത്തിയാക്കി, ഒരു സിമെന്റ് തറയൊക്കെ ആയിരുന്നു. എനിക്ക് അന്ന് പറഞ്ഞാൽ ശരിയല്ല, കാരണം ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്ര പൊടിയൊന്നും പാടില്ലല്ലോ. എനിക്ക് സിമെന്റ് തറയായിരുന്നു, ഓടിട്ട കെട്ടിടമായിരുന്നു. ദെൻ ജസ്റ്റ് 2 ജോലിക്കാർ, 2 പേര് SSLC ഫെയിൽഡ്. കാരണം അങ്ങനെയുള്ളവർ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ, അല്ല അതൊരു ചാടിപ്പോവും. എനിക്കറിയാം, അതിന് വലിയ കോമൺ സെൻസ് ഒന്നും വേണ്ട, എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഈ ഓഡിറ്റർ ഷെഡിൽ ജോലി ചെയ്യാൻ വരണ്ടേ. അല്ല, ഇതിപ്പോ നമ്മൾ സിലിക്കൺ വാലിയിൽ US നോക്കിയാലും എല്ലാവരും ഗരാജുകളിൽ തുടങ്ങി എന്നാണല്ലോ പറയപ്പെടുന്നത്. ആപ്പിൾ പോലും, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത്, ആപ്പിൾ തുടങ്ങുന്നത് 1977-ലാണ്. ആപ്പിൾ എവിടെ എത്തി, ഞാൻ അത് കോണ്ടെക്സ്റ്റ് നമ്മൾ മറന്നിട്ടുള്ള സംസാരമായിരിക്കില്ല. അങ്ങനെ ഇത് തന്നെ ആദ്യം പറഞ്ഞു, സാർ ഇത്ര ഹമ്പിൾ ആയാൽ ഒരു പരിധിക്ക് താഴെ ഹമ്പിൾ ആവുന്നത് അത്ര ഹമ്പിളൊന്നും അല്ല കേട്ടോ.
വണ്ടർലയുടെ അല്ലാതെ വേറൊരു ഷെയർ എനിക്കില്ല. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇല്ല, ഒരു വേറെ കമ്പനിയുടെ ഒറ്റ ഷെയർ എനിക്കില്ല. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യാറില്ല. ഞാൻ മറ്റേ വേറെ ആൾക്കാരുടെ റിസൾട്ട് ഞാൻ നോക്കാറില്ല. നമുക്ക് എന്ത് കാര്യം, കാരണം എൻ്റെ കയ്യിൽ അവരുടെ ഷെയർ ഇല്ലല്ലോ. എനിക്ക് എൻ്റെ കമ്പനിയുടെ ഷെയർ മാത്രം ഞാൻ ശ്രദ്ധിക്കും. അതാണ്. അപ്പൊ ആസ് എ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് എ ലിസ്റ്റഡ് കമ്പനി ഡെയിലി നമ്മുടെ കമ്പനിയുടെ പ്രൈസ് നോക്കും? ഇല്ല. അതോ ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോ അനൗൺസ് ചെയ്യുമ്പോ എന്താ ഇമ്പാക്ട് ഉണ്ടായി? അത് മാത്രം നോക്കും. അതുപോലും ഞാനൊന്നും ഈ എന്താണ് അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ കോൺകോൾ ഞാൻ പോവാറില്ല. അതൊക്കെ മിഥുന് മരുണ പോവുള്ളൂ. അതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനൊന്നും എന്നെ കിട്ടില്ല എന്ന്. ഇതിന് ഭാഗ്യത്തിന് നിങ്ങൾക്ക് CJ ജോർജ്, പുള്ളി ഞങ്ങളുടെ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിരുന്നു. പിന്നെ ഒരു PGR പ്രസാദ് മരിച്ചുപോയി. PGR പ്രസാദ് അന്ന് SBI മ്യൂച്വൽ ഫണ്ട്സിൻ്റെയൊക്കെ എക്സിക്യൂട്ടീവ് ഡയറക്ടറൊക്കെ ആയിട്ടിരുന്ന ആളാണ്. റിട്ടയർ ചെയ്തിട്ട് മലയാളിയാണ്. അപ്പോൾ ആൾ അവൈലബിൾ ആയിരുന്നു. പുള്ളിയായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ ചെയർമാൻ. ഞാൻ ചെയർമാൻ പോലും ആയില്ല. ഞാൻ പറഞ്ഞു V-Guardന്റെ ലിസ്റ്റിങ്ങിൻ്റെ ടൈമിൽ തൊട്ട് ഞാൻ ചെയർമാനല്ലായിരുന്നു. ചെയർമാൻ പുറത്തുനിന്നായിരുന്നു. ഇപ്പോഴും അതെ, രണ്ട് കമ്പനികളിലും ചെയർമാൻ പുറത്തുനിന്ന. അപ്പോൾ 2008 V-Guardന്റെ IPO നടന്നു. 2014 വണ്ടർലയുടെ IPO നടന്നു. ഇതിന് കറക്റ്റ് നടുക്ക് 2012 എന്തോ സർ റിട്ടയർ ചെയ്യാനല്ലേ? അപ്പോൾ നമുക്ക് റിട്ടയർമെന്റിന് ശേഷം ആണോ ശരിക്കും V-Guard ഹോംസ് സംഭവിക്കുന്നത്? അപ്പോൾ ഇത്രയും നാൾ ഇവരൊക്കെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തപ്പോൾ മക്കള് എന്തുകൊണ്ട് പിന്നെ നമുക്ക് മാറി നിന്നൂടാ? കാരണം പിന്നെല്ലാം ഒരു പറ്റം മാനേജേഴ്സ് ഉണ്ട് കാര്യങ്ങൾ നടത്താനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേറെ എന്തെങ്കിലും തൊഴിൽ നോക്കാം, നിങ്ങളൊക്കെ കൂടി നടത്തിക്കോ. അപ്പോഴേക്കും കമ്പനി വളരെ സ്ട്രോങ് ആയി. പിന്നെ ഒരു സെറ്റ് ഓഫ് ഈവൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സും എല്ലാം കൊണ്ടും 1000 കോടി റവന്യൂ അടിക്കുന്നത് 2012 അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് വെച്ച്? അതെ, കറക്റ്റ് 2012 തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പൊ അങ്ങനെ പ്ലാൻഡ് ആയിരുന്നു അതോ സംഭവിച്ചത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാനിനി അധികം നാളുണ്ടാവില്ല, നിങ്ങളൊക്കെ കൂടി നോക്കിക്കോളണം. അപ്പോഴേക്കും എനിക്ക് അപ്പോഴേക്കും 60 വയസ്സായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 60 വയസ്സായില്ലേ, എനിക്ക് റിട്ടയർ ചെയ്യണ്ടേ, എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ റിട്ടയർ ചെയ്യണം, അപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊക്കെയുള്ള പോലെ പതുക്കെ അങ്ങനത്തെ ഒരു തിങ്കിങ് ഒക്കെ വന്ന് പതുക്കെ V-Guardil നിന്നും വണ്ടർലയിൽ നിന്നും ജസ്റ്റ് ഒരു പേരിനൊരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഒന്നും പറയാൻ പറ്റില്ല, ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് മാറി. എന്നിട്ട് കുറച്ച് നാളവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നു. പക്ഷെ റിട്ടയർമെന്റ് ശരിക്കും ആ കമ്പനികളിൽ നിന്ന് മാത്രമായിരുന്നു, ബിസിനസ്സിൽ നിന്ന് ഓണ്ടർപ്രണർഷിപ്പിൽ നിന്നോ ആയിരുന്നില്ല അല്ലെ? അതുകൊണ്ടാണ് V-Guard ഹോംസ് സംഭവിച്ചതും നമ്മളിപ്പോൾ ഇരിക്കുന്ന ചിറ്റിലപ്പള്ളി സ്ക്വയർ സംഭവിച്ചതും ഫിലാന്ത്രോപ്പി ആക്ടിവിറ്റീസ് നടന്നതും. അപ്പോൾ ഒരിക്കലും റിട്ടയർമെന്റ് ആ കമ്പനികളുടെ ഓപ്പറേഷൻസിൽ നിന്ന് മാറി, പക്ഷേ ജീവിതത്തിൽ ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ നിന്ന് ഒരിക്കലും ഒരാൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണല്ലോ. അപ്പൊ ഞാൻ ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അതിനകത്ത് കുറെ കൂടി ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ കൺസ്ട്രക്ഷൻ, എന്താ പറയാ, അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ഒരു പരിചയത്തില് എനിക്കതിനകത്ത് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തന്നെ തോന്നല്. ഈവൻ ദോ ഞാനൊരു ആർക്കിടെക്റ്റ് അല്ല, പക്ഷേ എൻ്റെ കുറേ ഐഡിയാസ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഒരു പിടിയില്ല. അന്നാണെങ്കിൽ ധാരാളം കോമ്പറ്റീഷൻ ഉണ്ട്, എല്ലാ കോമ്പറ്റീഷനുള്ള ഫീൽഡായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് തീരുമാനിച്ചു. അങ്ങനെയാണ് V-Guard ഹോംസ് തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ പേര് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് വന്നപ്പോൾ ഈ വണ്ടർലയുടെ പബ്ലിക്കേഷന് മുമ്പ് തന്നെ ഞങ്ങളുടെ 3ാമത്തെ പാർക്ക് ഹൈദരാബാദ് തുടങ്ങാനായിട്ട് ഫണ്ട് പിരിക്കാനാണ് ആക്ച്വലി അതിന് പബ്ലിക് ഇഷ്യൂ പോയത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കാനുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പേര് നിലനിൽക്കുള്ളൂ. V-Guard വേണോ വണ്ടർല വേണോ? അപ്പോൾ
എല്ലാവരും പറഞ്ഞു വണ്ടർല മതി, കാരണം ഇവിടെ ഏത് പേരിട്ടാലും ആള് വരും. അവിടെ അങ്ങനെയല്ല, ബാംഗ്ലൂർ അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനുള്ള വണ്ടർല എന്നുള്ള പേരൊക്കെ ആയപ്പോഴേക്കും നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി നല്ല ഏജൻസികളും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അഡ്വർടൈസിങ്ങിൽ ഈവൺ ആ പേര് തന്നെ നമ്മൾ ഒരു പോളിങ്ങിൽ കൂടെ സെലക്ട് ചെയ്തത്. അതായത് വണ്ടർല, അതായത് ഞാൻ തന്നെ ഞങ്ങളുടെ അപ്പോഴേക്കും 10 എത്രയോ ആയിരക്കണക്കിന് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലൊരു കോൺടെസ്റ്റ് വെച്ചു, സമ്മാനം, നല്ലൊരു പേര് സജസ്റ്റ് ചെയ്താൽ ബാംഗ്ലൂർ പാർക്കിന്. അപ്പോൾ പലരും വണ്ടർലാൻഡ് എന്ന് പലരും സജസ്റ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ പ്രപ്പോസ് ചെയ്തത് വണ്ടർലാൻഡ് എന്നായിരുന്നു. അവർക്കൊക്കെ സമ്മാനം കൊടുത്തു. ഞാൻ തന്നെ അത് വെട്ടിമുറിച്ച് വണ്ടർല ആക്കി. കാരണം വണ്ടർലാൻഡ് എന്നാണെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഉണ്ടാവുമായിരിക്കാം. അത് ഞാനെപ്പോഴും പറയും, ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്നു. വീഗാലാൻഡ് പോലെ ഒരു പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പേര് നമ്മുടെ കൊച്ചിയിലെ പാർക്കിന്റെ പേര് വണ്ടർല എന്നാക്കി. പക്ഷെ എന്നാലും നമ്മൾ വീഗാലാൻഡ് എന്നാ പറയല്, അറിയാതെ എത്രയോ വർഷങ്ങളോളം. ഈ അടുത്ത കാലം വരയ്ക്ക് ബസ്സിന്റെ ഒക്കെ വീഗാലാൻഡ് എന്നായിരുന്നു. അതെ, ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം സ്റ്റോക്കിന്റെ പ്രൈസ് വണ്ടർലാന്ന് കണ്ടാട്ടാണ് വണ്ടർല വന്നത്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ വീഗാലാൻഡിൽ പോകുന്ന ഭാഗ്യത്തിന് അത് ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ജനിച്ച കുട്ടികൾ, ആ കുട്ടികളും പറയാൻ തുടങ്ങി. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ വീഗാലാൻഡ് എന്നുള്ള ബ്രാൻഡ് അത്ര സ്ട്രോങ് ആയതുകൊണ്ട് വീഗാലാൻഡ് ഹോംസ് എനിക്ക് തോന്നുന്നു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും. വേറൊരു കാര്യം, ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് 2004-നും 2006-നും ഇടയിൽ മക്കള് ഇതിൽ ആക്റ്റീവായി എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനോടാണെന്ന് പറയും. ഒരു പോയിന്റിൽ എന്തായാലും പബ്ലിക് ആക്കാൻ പ്ലാനും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഫഷണലി റൺ കമ്പനി ആകണോ, പുറത്തുനിന്ന് സിഇഒസിനെയും പുറത്തുനിന്ന് മാനേജ്മെന്റിനെയും കൊണ്ടുവരണോ, അതോ ഒരു ഫാമിലി റൺ ബിസിനസ് ആയാൽ മതിയോ എന്നുള്ളതൊരു കോൺഷ്യസ് ഡിസിഷൻ ആണോ, അതോ അത് തനിയെ എടുത്തു പോകുന്ന ചിന്തിച്ചിരുന്നോ എപ്പോഴെങ്കിലും? വളർച്ച വേണമെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം. ആദ്യമൊന്നും നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആരെങ്കിലും നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ തന്നെ അവർ നിൽക്കില്ല എന്ന് എനിക്കറിയാം. ചിലരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചാടിപ്പോയിട്ടുള്ളൂ എനിവേ ആദ്യ കാലഘട്ടത്തിലൊക്കെ. പിന്നെ നോക്കിയപ്പോൾ വീഗാർഡ് ലിസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻ്റെ ഒക്കെ ഓപ്ഷൻ ഫെസിലിറ്റി ആയല്ലോ ലിസ്റ്റ് ചെയ്തതിന് ശേഷം. അങ്ങനെയാണ് ഒരു പുതിയ സിഇഒനൊക്കെ ഹയർ ചെയ്യുന്നതും അതനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ CFO അതനുസരിച്ച് എക്സ്പീരിയൻസ് ഉള്ള, അതായത് ലിസ്റ്റഡ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള അവരെ കൂടുതൽ ലോകപരിചയം, അതായത് ഇന്ത്യ മാത്രമല്ല, എനിക്ക് ഇന്ത്യയിൽ മാത്രമേ പരിചയമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കേരളത്തിലെ കൂടുതൽ പരിചയം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ. അല്ല, അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ വീഗാലാൻഡും വണ്ടർലയും വീഗാർഡും ഫാമിലി റൺ ബിസിനസ് ആണോ, പ്രൊഫഷണലി റൺ ബിസിനസ് ആണോ? പ്രൊഫഷണൽ റണ്ണാണ്. പക്ഷെ ഷെയറുകൾ, താങ്കളുടെ ഷെയറുകളെല്ലാം മക്കൾക്ക് കൊടുത്തു എന്നുള്ളൊരു വ്യത്യാസം, മക്കൾക്കും ഫൗണ്ടേഷനും കൂടുതൽ കൊടുത്തു എന്നുള്ളതാണ് വലിയൊരു വ്യത്യാസം. അല്ല, അങ്ങനെയല്ല. അപ്പൊ ഞാനുണ്ട്, എൻ്റെ ആൺമക്കളുണ്ട്, വേറെ കുറെ ഒരു 1/3 എന്നുള്ള പോലെ കീപ്പ് ചെയ്തിട്ട് എനിക്ക് എന്തിനാ ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് ഷെയർ അതൊക്കെ കൂടി ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന് ഇതൊക്കെ ആക്കി. വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം എനിക്ക് കാണാൻ പറ്റിയത്, കഴിഞ്ഞ ഒരു 6 വർഷത്തിനുള്ളിൽ സാറ് 3 കോടി ഷെയറോളം വിറ്റിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി കാണുന്നതാണ് ഇലോൺ മസ്കും ജെഫ് ബെസോസും പോലെയുള്ള വലിയ ഓണ്ടർപ്രണേഴ്സ് US ഇരുന്നിട്ട് അവരുടെ സ്റ്റോക്ക് വിൽക്കുന്നില്ല, പകരം സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തിട്ട് അതിന് പുറത്ത് ലോൺ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് അവരുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നതും ബെറ്റർ ആക്കുന്നതും. അപ്പോൾ സാർ എന്തുകൊണ്ട് ഷെയർ പ്ലെഡ്ജ് ചെയ്തിട്ട് ലോണിനെ പറ്റി ചിന്തിക്കാതെ വിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ തോട്ട് പ്രോസസ് ഒന്നുമില്ല. അതായത് നമ്മൾ എന്തിനാണ് ഈ വയസ്സുകാലത്ത് ഒരു കടക്കാരനായിട്ട് ഇരിക്കണേ, ലോൺ എടുക്കണേ, അല്ലെങ്കിൽ ഒന്നുമല്ല. അതായത് നമുക്കൊരു ഡെഫിനറ്റ് ഐഡിയ ഉണ്ട്. ഒന്ന്, നല്ലൊരു സംഖ്യ വർഷാവർഷം ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന് വേണം. അപ്പോൾ അതിന് പണം കണ്ടെത്തണം. അപ്പം ഞാൻ ആദ്യമേ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഷെയർസ് കുറേശ്ശെ വിൽക്കും, ഒറ്റയടിക്കല്ല, കുറേശ്ശെ വിൽക്കും. പിന്നെ ഈ വീഗാലാൻഡ് ഹോംസ് തുടങ്ങാനും ഇനീഷ്യൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതും
ഒക്കെ കണ്ടെത്താനായിരുന്നു. എത്ര നമ്പർ ഓഫ് ഷെയർസ് വിറ്റു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എത്രയോ ഞാൻ തുകയാണ് എനിക്ക് ഓർമ്മയുള്ളൂ. അതായത് കഴിഞ്ഞ 6 വർഷം വിറ്റ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അതൊരു 500 കോടിയുടെ മേലെ ഇന്ന് വാല്യൂ ഉണ്ടായിരുന്നു. കാരണം സ്റ്റോക്കിന്റെ വില മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പോൾ ഇന്ന് ഇപ്പൊ ഫൗണ്ടേഷനെ പറ്റിയും ഫിലാന്ത്രപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സാറിന് പറയാൻ പറ്റുമെങ്കിൽ ഒരു വർഷം എത്ര രൂപ ചെലവാക്കുന്നുണ്ടാകും? അത് നമ്മള് ഈ ദാനം കൊടുക്കുന്നത് അങ്ങനെ പറയുന്നത് ശരിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറ്റുമെങ്കിലോ ചോദിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിലാന്ത്രപ്പിയിൽ കാര്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ മാതൃക ഏറെക്കുറെ ഇയർലി more than 100 crores. അല്ല, ഈ തോട്ട് ഏത് പോയിന്റിലാണ് ഒരു ഓണ്ടർപ്രണറിന്റെ അല്ലെ സാറിന്റെ ജീവിതത്തിൽ പറഞ്ഞാൽ മതി, ഏത് പോയിന്റിലാണ് ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി? അതായത് ഈ ബിസിനസ്സിൽ നിന്ന് മാറി ഇനി നമുക്ക് നാടിന് നല്ലത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം, അത് എപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്? അല്ല, അത് ഞാൻ എൻ്റെ ആയ കാലത്തും ഞാൻ കുറച്ച് ചെയ്തിരുന്നു. അത് ഫിഗർ അത്ര വിസിബിൾ ആയിരുന്നില്ല. പക്ഷേ നമ്മുടെ വരുമാനം കൂടിയപ്പോൾ ആ ഫിഗർ വലുതാവാൻ തുടങ്ങി. പിന്നെ അതിന് സ്ട്രക്ചർ വേണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ കൈച്ചിട്ടിലപ്പള്ളി ഫൗണ്ടേഷൻ തന്നെ ഉണ്ടാക്കിയത്. അതൊരു സെക്ഷൻ 25 കമ്പനിയാണ്. അത് സെപ്പറേറ്റ് ഒരു കമ്പനി ഫോമായിട്ട് തന്നെയാണ്. അത് ഏതൊക്കെ മേഖലകളിലാണ് മോസ്റ്റ്ലി ഫിലാന്ത്രപ്പി സ്പെൻഡ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട്, പിന്നെ ലക്ഷക്കണക്കിന് തന്നെ പറയാം, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സാമ്പത്തിക സഹായം, അത് അസുഖങ്ങൾ വരുമ്പോൾ മെഡിക്കൽ ഹെൽപ്പ്, പിന്നെയുള്ളത് എല്ലാം ബിലോ പോവർട്ടി ലൈനിലുള്ളവരുടെ കേസ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ. എനിവേ അത് തന്നെ നമ്മൾ വിചാരിക്കും ഇന്ത്യ വളരെ പുരോഗമിച്ചു, ഇന്ത്യ എത്രാം സ്ഥാനത്തായി, ഇന്ത്യ എന്താണ് ജപ്പാനെ ഓവർടേക്ക് ചെയ്തെന്ന് പറഞ്ഞാലും, പക്ഷെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണാം ഇപ്പോഴും ധാരാളം പേർക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല, സ്ഥലമില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണണ്ടേ? പിന്നെ നമ്മുടെ ആക്ടിവിറ്റി പ്രധാനമായിട്ടും കേരളത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുക. കാരണം ഞാൻ പറയുന്നത് തമിഴ്നാട്ടിൽ, കർണാടകത്തിലൊക്കെ എന്നെക്കാളും വലിയ കോടീശ്വരന്മാരുണ്ടല്ലോ, അവർ അവിടുത്തെ കാര്യം നോക്കട്ടെ. തീർച്ചയായും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ സക്സസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, സക്സസ് എന്ന് പറഞ്ഞാൽ അതൊരു മിക്സ് ഓഫ് മീനിയാന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരാൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ടാവണം. എസ്പെഷ്യലി എൻ്റർപ്രണറുടെ കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് ആദ്യം വിചാരിക്കും ടെക്നോളജി മാത്രം മതി എന്ന്, പോരാ. പിന്നെ ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പബ്ലിക് റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹ്യൂമൻ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത? കാരണം ഇതെല്ലാത്തിനും ഒരു കോമ്പിനേഷൻ ആണല്ലോ. ഇപ്പം ഞാൻ പറയും, ഇപ്പം ഞാനൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലായി കാര്യങ്ങൾ. അല്ലാതെ ഞാനൊന്നും നേരിട്ട് ചെയ്യില്ല. ഞാനൊരു ചെക്ക് ബുക്ക് പോലും സൈൻ ചെയ്യില്ല, ഞാനൊരു ലെറ്റർ പോലും ഡ്രാഫ്റ്റ് ചെയ്യില്ല. ഞാൻ ഭയങ്കര മടിയനാന്നേ. അപ്പോൾ പക്ഷെ എന്നെ വിശ്വസിക്കുന്ന, എനിക്ക് അവരെയും വിശ്വസിക്കാൻ പറ്റിയ തരം കുറേ ആളുകളെ ബിൽഡ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ സ്ഥാപനം വളരുള്ളൂ. അല്ലെങ്കിൽ എല്ലാം എൻ്റെ തലയിൽ കൂടെ പോകണം. അങ്ങനത്തെ കുറേ പേരുണ്ട്. എല്ലാം എൻ്റെ തലയിൽ കൂടെ പോകണം, എൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടേ മുന്നോട്ട് പോവുള്ളൂ, എൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടാണ് ആ പരസ്യം റിലീസ് ചെയ്യാൻ പാടുള്ളൂ, ആ പരസ്യം എനിക്ക് ഒന്ന് കാണണം. നോ, നിങ്ങൾ ചെയ്തോ, നോക്കിക്കോ. ചിലർ ചില മണ്ടത്തരങ്ങൾ വരുത്താറുണ്ട്. പക്ഷെ പലതവണ വരുത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബൈ പറയും അവരോട്. എനിവേ അങ്ങനെയുള്ളവരും ഉണ്ടായിട്ടുണ്ട്. അല്ല, പക്ഷെ അതേസമയം എന്നെക്കാളും കഴിവുള്ളവർ ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്, അവർ കേൾക്കണ്ട. അതെ. അപ്പോൾ ഇങ്ങനെ പലവിധ കാര്യങ്ങളുടെ പിന്നിൽ, സക്സസിന്റെ പിന്നിൽ പായുമ്പോൾ പലപ്പോഴും പലരും ഹാപ്പി അല്ലാതാകും പെടുന്നുണ്ട് അല്ലേ? ഭയങ്കര സ്ട്രെസ്സിലേക്കും ആങ്സൈറ്റിയിലേക്കും, പ്ലാൻ ചെയ്ത സാധനം എപ്പോൾ ശരിയാവും, എപ്പോൾ നന്നാവും, എപ്പോൾ എവിടേക്കെങ്കിലും എത്തും അല്ലേ? അപ്പോൾ ഹാപ്പിനെസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെ ഹാപ്പി ആയിരിക്കാൻ പറ്റും തോന്നുന്നു? സാറിൻ്റെ ജേർണിയിൽ എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ തുടക്കം തൊട്ടേ, അല്ലെങ്കിൽ ആദ്യമേ തന്നെ എൻ്റെ ഒരു ചിന്താഗതി, നമ്മൾ സക്സസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു മിനിമം ഒരു ആരോഗ്യം വേണം അല്ലേ? കുറേ രോഗങ്ങൾ അതുണ്ട്, പ്രഷർ, ഷുഗർ, അതൊക്കെ വരുത്തി വെച്ചിട്ട് സക്സസ് എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. പിന്നെ രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം.
മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പണമില്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ പറ്റുമായിരിക്കും. പണം ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും വേണം. പക്ഷേ അത് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ അല്ലേ റിയൽ സക്സസ് എന്ന് തോന്നാറുണ്ട്. ബ്യൂട്ടിഫുൾ. അതെ. അപ്പോൾ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഒരു ഓണ്ടർപ്രണർ പലവിധ കാര്യങ്ങൾ പിന്നെ പാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒരു ദിവസം തന്നെ എത്ര ചിന്തകളും എത്ര കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ വാട്ട് നെക്സ്റ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം പറഞ്ഞ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം എങ്ങനെയാണ് സാറ് കൊണ്ടുപോയത് എന്നുള്ളതിലൂടെ എന്ത് പഠിക്കാം? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുക, അവരുടെ തലയിലിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കമ്പനി ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ള. നമ്മുടെ സീനിയർ നമ്മളൊക്കെ ഞാൻ പറയും, എനിക്കൊരു 10-20 പേരെ എനിക്ക് മെൻറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനോ പറ്റുള്ളൂ. എല്ലാവരും ഒന്നും ഗൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു 10-20 പേരെ ഗൈഡ് ചെയ്യും, മെൻറ്റർ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അവരോരോരുത്തരും അനദർ 10-20 പേരെ അതേമാതിരി ലുക്ക് ആഫ്റ്റർ ചെയ്താൽ നെക്സ്റ്റ് ലെവലിൽ അങ്ങനെ പോകണം, ഒരു ചെയിൻ റിയാക്ഷനായിട്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ എവിടെയോ വായിച്ചത്, സാറ് പറഞ്ഞിട്ടുണ്ട് ലക്ക് ഒരിക്കലും ഒരു സംഭവമല്ല ജീവിതത്തിൽ നിന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, അത് വളരെ സിമ്പിളല്ലേ. അതായത് ലക്കും ഉണ്ടാവും, ബാഡ് ലക്കും ഉണ്ടാവും. ലക്കും ഉണ്ടാവാതിരിക്കില്ല. കാരണം എല്ലാ ദിവസവും ഭാഗ്യം, എല്ലാ കൊല്ലവും ഭാഗ്യം. 48 വർഷമായി, 48 ബിസിനസ് തുടങ്ങിയിട്ട്. ഒരു 48 വർഷവും ഭാഗ്യം മാത്രമായിരിക്കും. എല്ലാ സെറ്റ് ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ അതിന് നമുക്ക് വേറൊരു സെഷനിലിരിക്കാം. എന്തൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങൾ, സെറ്റ് ബാക്കുകൾ അതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ വിചാരിക്കാത്ത സെറ്റ് ബാക്കുകൾ. ഇപ്പോൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ കൊറോണ വരുന്ന എത്ര പേര് ബുദ്ധിമുട്ടി. അതുപോലെ എല്ലാവരും വളരെ തെറ്റായ ഒരു കാര്യമാണ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു വോൺ ചെയ്തിട്ടും സാർ ധൈര്യമായിട്ട് പോയി ചെയ്ത് വിജയിപ്പിച്ച ഒരു സംഭവം എന്തായിരിക്കും? അല്ല, അത് വി-ഗാർഡ് തുടങ്ങിയത് ആരും അറിഞ്ഞില്ലായിരുന്നു. അതേസമയം അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങാൻ പോണത് എല്ലാവരും അറിഞ്ഞു. കാരണം വലിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ്, ലോൺ എടുക്കണം. ബാങ്കുകാർ കട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ വി-ഗാർഡിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ്റെ പ്രപ്പോസലായിട്ട് വരുമോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ മറ്റത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന്. അത് 20 കോടി മുടക്കുന്നു, പകുതി ലോൺ വേണമെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ബാങ്കുകാർ നമ്മളെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ വിശ്വസിച്ചിട്ട് ഏതൊക്കെയോ ബാങ്കുകൾ സപ്പോർട്ട് ചെയ്തു അതിനോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് പറയാനാണെങ്കിൽ ബിസിനസ് ആണോ ജോബാണോ എന്തായിരിക്കും അഡ്വൈസ് ചെയ്യാൻ? അല്ല, അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു ഈസി കേക്കല്ല. ഒരു ജോബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ഉയരങ്ങൾ കയറും തോറും ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇപ്പം അതായത് ഫോർ എക്സാമ്പിൾ, എനിക്കറിയില്ല, വി-ഗാർഡിൻ്റെ CEO എന്നെക്കാളും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. ശമ്പളം മേടിക്കുന്നു, അല്ലെങ്കിൽ ഈ സോപ്പുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കമ്പനി വാട്ട് നെക്സ്റ്റ് എന്ന് അങ്ങേരായിരിക്കും എന്നെക്കാളും കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവുക തീർച്ചയായിട്ടും. ഈവൻ ഇതിനേക്കാളും കൂടുതൽ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾക്ക് ആ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നല്ല കാര്യം. അല്ലാത്തവർ ഒരു ജോബിൽ ഒതുങ്ങി കൂടുകയായിരിക്കും നല്ലത്. കാരണം ഇതൊരു മൾട്ടി ടാസ്കിങ് ആണ്. ഞാൻ 2 കൂട്ടി പറയാണ്, മൾട്ടി. അതായത് ചില്ലറ കളിയല്ല. അപ്പം അതിന് തയ്യാറായിട്ടുള്ളവർ മാത്രം അതിലേക്ക് ഇറങ്ങിയാൽ മതി. പേടിപ്പിക്കുകയല്ല. ഞാൻ പറയൊരു 24/7 ഡ്യൂട്ടിയാണത്. എപ്പോഴാണൊരു പ്രശ്നം വരിക, ഒരു കോള് വരികയെന്ന് അറിയില്ല. അപ്പം നമ്മൾ അതിനെല്ലാം ഈ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഐഡിയ ചിലപ്പോൾ രാത്രി 4 മണിക്കായിരിക്കും നമുക്കൊരു തോന്നലുണ്ടാവുക. ആ നേരത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല, ഉറക്കം വരില്ല. എനിവേ
അങ്ങനെ ഒക്കെ കൊണ്ടു നടന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആണല്ലോ പറഞ്ഞത്. അതായത് തയ്യാറായിട്ടുള്ളവർ മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുക, ബാക്കിയുള്ളവർ ജോബ് ചെയ്താൽ മതി എന്ന്. അപ്പോൾ തയ്യാറാവുക എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്റന്റ് ആണോ ഉദ്ദേശിക്കുന്നത് അതോ കേപ്പബിലിറ്റി ആണോ? അതായത് ചിലർക്ക് കേപ്പബിലിറ്റി ഉണ്ടാകില്ല, പക്ഷെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അവർ തോറ്റുപോയേക്കാം. പക്ഷെ ചിലർക്ക് കേപ്പബിലിറ്റി ഉള്ളവർ കുറവായിരിക്കും. അപ്പോൾ ഒരാൾ തുടങ്ങുന്നതിന് മുൻപ് സ്വയം കേപ്പബിൾ ആണോ എന്ന് അസസ് ചെയ്യണോ അതോ ഇറങ്ങി തിരിച്ചാൽ മതിയോ? ഞാനൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നല്ല, പക്ഷെ ഞാൻ ചിലർ കണ്ടിട്ടുണ്ട് വളരെ എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിരിക്കും അക്കാഡമിക്കലി, പക്ഷേ കോമൺ സെൻസ് അടുത്തു കൂടെ പോയിട്ടുണ്ടാവില്ല. അത് അയാൾക്ക് മനസ്സിലാവൂല. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? ഇല്ലേ? തീർച്ചയായും. മറിച്ച് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അപ്പാരെ കോമൺ സെൻസാണ്. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? പോട്ടെ, ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു 10 എൻ്റർപ്രണേഴ്സിനെ എടുക്കുക, ഏറ്റവും റിച്ച് ആയിട്ടുള്ളവർ, വെൽത്തി ആയിട്ടുള്ളവർ. ഇവരൊക്കെ ഭയങ്കര ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്നു. ആരും തന്നെ ആയിരുന്നില്ല. അപ്പോൾ അതല്ല കാര്യം. ഞാൻ പറയും കോമൺ സെൻസിനാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത്. കോമൺ സെൻസും ആ ഇന്റന്റും ചെയ്യണമെന്നും അത്ര ഹാർഡ് വർക്ക് ചെയ്യാനുള്ള നിശ്ചയം ഇവിടെ മാട്ടെ. തീർച്ചയായിട്ടും. അതുപോലെ ഇന്ന് വളരെയധികം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് നമ്മുടെ യുവതലമുറ പുറത്തേക്ക് പോകുന്നത്, അല്ലെ? കേരളം ഒരു ഓൾഡ് ഏജ് ഹോം ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പോട്ടെ, പക്ഷെ പോയിട്ട് കുറെ പേരൊക്കെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. 2 കുട്ടികളൊക്കെ ആയി, സൗകര്യമായി, ലോകപരിചയമായി, അങ്ങനെ തിരിച്ചു വന്നിട്ട് ഇവിടെ പല ബിസിനസ് തുടങ്ങിയിട്ട് വിജയിച്ചവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ജോലിയിൽ ഇവിടെ കയറിയിട്ടുള്ളവരെയും കണ്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ നമ്മൾ കൊച്ചു കേരളമല്ലേ, ഒട്ടുക്കത്തെ പോപ്പുലേഷനല്ലേ, ഈ കൊച്ചു സ്ഥലത്തല്ലേ ഈ എത്ര 3.5 കോടി ജനങ്ങളുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ട്രിപ്പ് പോയത് അയർലൻഡിലായിരുന്നു. അത് കേരളത്തിൻ്റെ ഒരു 3 ഇരട്ടി വലുപ്പമുണ്ട്. അവിടെ ആ കൂടി പോപ്പുലേഷൻ 50 ലക്ഷമുള്ളത്. എവിടെ? എറണാകുളം ഡിസ്ട്രിക്റ്റിലുണ്ടാവും. അതെ. പി രാജീവ് മിനിസ്റ്റർ പറയുന്നത് കേരളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി എന്നാണ്. നമുക്ക് ഒന്ന് ഇടയ്ക്ക് നിർത്തി നിന്ന് റോഡൊക്കത്ത് മുതലൊഴിക്കാതെ ഇല്ലാന്ന് നോർത്ത് ഇന്ത്യൻസ് പറയും. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 5 ലക്ഷം രൂപ സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ബിസിനസ് ആയിരിക്കും തുടങ്ങാൻ? അത് ഇപ്പൊ പറയാൻ പറ്റില്ല, പല സീക്രട്ടുകൾ. അല്ല, ഇത് ശരിക്കും ഇത് കാണുന്ന കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ടാവില്ല, 5 ലക്ഷം, ഒരു 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിരിക്കും അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട്. അപ്പൊ അവർക്കൊരു ഒരു സ്പാർക്ക് കൊടുക്കാനാണ്. ഞാൻ പറയും, അതായത് ഇന്നത്തെ കാലത്ത് മണി ഈസ് നോട്ട് എ പ്രോബ്ലം. നിങ്ങളുടെ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ, സൂപ്പർ ഐഡിയ ഉണ്ടെങ്കിൽ, വർക്കബിൾ ഐഡിയ ഉണ്ടെങ്കിൽ, പ്രാക്ടിക്കൽ ഐഡിയ ആണെങ്കിൽ പണം മുടക്കാൻ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും, അല്ലേ? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ലോൺ കിട്ടാൻ എന്തൊരു വിഷമമായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് ധാരാളം ഏഞ്ചൽ ഫണ്ടിങ് എന്നും മറ്റേ ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ റെഡിയായിട്ട് കാശ് മാറ്റി വെച്ചിട്ട് ഇരിക്കുന്നവരുണ്ട്. സാർ ഇൻവെസ്റ്റ് ചെയ്യലുണ്ടോ? ഈ അപ്കമിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇനി അതിലേക്കുള്ള സമയവും മനസ്സിലൊന്നുമല്ല. എനിക്ക് അവരുടെ എന്താ പറയാ, അവരുടെ ബിസിനസ് ആശയം മാത്രം കേട്ടാൽ പോരാ, അവരുടെ ക്യാരക്ടറും കൂടി എനിക്ക് അറിയണം. ഇന്ന് അങ്ങനത്തെ ഒരു പിടികാശി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലായിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഏറെക്കുറെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഐഡിയയിൽ മാത്രമായിരിക്കില്ല, ആ ടീമിലും അവരുടെ എക്സിക്യൂഷൻ കേപ്പബിലിറ്റിയിലും ആ പേഴ്സണിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോമൺ സെൻസ് ഉള്ള, നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെന്ന് കാണുമ്പോഴായിരിക്കും. അതേസമയം പ്രതിസന്ധികൾ തളരാതെ നിൽക്കുന്നവരെ ഒക്കെ അങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അല്ല, അത് എനിക്ക് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ മാസങ്ങളായിട്ട് എൻ്റെ കൂടെ നിന്നാൽ, വർഷങ്ങളായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതിനിടയിൽ സാറ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൊളിറ്റിക്സിൽ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്തു. അത് ഒരു എപ്പിസോഡായിട്ട് അങ്ങനെ എൻഡായി. എന്താണ് ശരിക്കും സംഭവിച്ചത്? അല്ല, അതായത് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹം എല്ലാവർക്കും നമുക്കും ഉണ്ടാവില്ല. ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ.
അപ്പോൾ ആക്ച്വലി അന്ന് കിഴക്കമ്പലത്തെ അവരുടെ ഒരു മോഡൽ, അതായത് അവരുടെ കുറേ ഡെവലപ്മെൻറ്റ് മോഡല് എന്നെ ആകർഷിച്ച് ശരിക്കും പറഞ്ഞാൽ. ആ ഇടയ്ക്ക് തന്നെയായിരുന്നു കേജ്രിവാളും അവിടെ ഡൽഹിയിലും ഒക്കെ. അപ്പോൾ ഒരു മാറ്റം ഉണ്ടായി തീരും, മാറ്റം വേണ്ടി വരും ഒരു തോന്നലുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു തുടക്കം കുറിക്കാൻ പറ്റുമെന്നുള്ള കൂട്ടത്തിൽ ഞാൻ മാത്രമല്ലായിരുന്നു, അന്നത്തെ വേറെയും കുറേ പേര് ഇതിനകത്ത് മുന്നോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം അത് നമ്മുടെ ഫീൽഡല്ലാന്ന് നമുക്ക് മനസ്സിലായി. ആരും പേടിച്ചിട്ടല്ല, അതായത് അതിനകത്തൊക്കെ ഒരുപാട് ഹിപ്പോക്രസി ഉണ്ടെന്ന് മനസ്സിലായി. അത് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല അകത്തുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ പിന്നെ നമ്മൾ ബൈ ബൈ പറഞ്ഞു. സാർ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ ആദ്യത്തെ ലെയർ ഓഫ് റിസർച്ചിൽ വന്നില്ല, പിന്നീടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ പ്രാക്ടിക്കൽ വിസ്ഡങ്ങളെ പറ്റിയാണ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യങ് ഓഡിയൻസിന്, ആസ്പയറിങ് ആംബീഷ്യസ് ആയിട്ടുള്ള ഓഡിയൻസിന് കൊടുക്കാനുള്ള ഒരു വലിയൊരു പ്രാക്ടിക്കൽ വിസ്ഡം എന്തായിരിക്കും? അല്ല, അത് ആക്ച്വലി ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളതാണ് ബുക്കുകൾ. എത്രയോ കറക്റ്റ് ഏജ്, അത് 2000 മറ്റാണ് ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ ഇത് ഇറക്കുന്നത്. പിന്നെ പ്രാക്ടിക്കൽ വിസ്ഡം 2, പിന്നെ ഞാൻ ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ബയോഗ്രഫി മാതിരി, ഓട്ടോബയോഗ്രഫി മാതിരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ വിസ്ഡം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെപ്പോഴും ഒരു സ്ക്രിബിളിംഗ് പാഡും ഒരു പേനയും കയ്യിൽ കരുതണം. ഇന്നിപ്പോൾ അത് വേണ്ട, ഒരു മൊബൈൽ മതി, എല്ലാം നിങ്ങൾക്ക് കയ്യിൽ ഫീഡ് ചെയ്യാം. അല്ലെങ്കിൽ പക്ഷെ അത് ചെയ്യണം കേട്ടോ, അതായത് സ്ക്രിബിളിംഗ് പാഡ് വേണ്ട, പക്ഷേ നോട്ട് കുറിക്കണം, അല്ലാതെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. അതായത് അങ്ങനെ ഒരു സ്ക്രിബിളിംഗ് പാഡുമായി സാറിന്റെ മുന്നിൽ വന്നിരിക്കാൻ പറ്റിയതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇനി എന്താണ് മുന്നിലേക്ക്? വാട്ട് ക്യാൻ വി എക്സ്പെക്ട് ഫ്രം യു? ചിറ്റിലപ്പള്ളി സ്ക്വയർ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ഒരു സംഭവം തന്നെ എത്രയോ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇനിയും മുന്നിലേക്ക് ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല. അതായത് നമ്മൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം, സാമാന്യ ബുദ്ധിയുള്ളിടത്തോളം കാലം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ഓക്കെ, ഒരു 12 വർഷമായി ഈ വീഗാലാൻഡ് ഹോംസ് തുടങ്ങിയിട്ട്. ആദ്യം ചെറിയ ലെവലിലായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ടീം ഡെവലപ്ഡായി. അപ്പോൾ അത് കുറച്ച് വലുതാക്കണമെന്ന് തോന്നി, അപ്പോൾ വലുതായി. അപ്പോൾ ഇനിയിപ്പോൾ ആ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതായത് ഇനിയും വലുതാക്കണം എന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ലക്ഷ്യം അതാണ്. അപ്പോൾ വീഗാലാൻഡ് ഹോംസിനും ഒരു വലിയ സ്വപ്നം കാണുന്നുണ്ട്, കേരളത്തിന്റെ പുറത്ത് പോകാനും ഇവഞ്ച്വലി ഒരു IPO നടക്കാനും ഒക്കെയുള്ള സാധ്യതകൾ? അതിനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ഒരു ഫീൽഡിലെ ഒരു ക്വാളിറ്റി ബിൽഡർ, റെസ്പോൺസിബിൾ ബിൽഡർ, ക്രിയേറ്റീവ് ബിൽഡർ, ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഒരാൾക്ക് സാധ്യതയുണ്ട്. അൺബിലീവബിൾ ആണ്. എനിക്ക് എന്ത് പറയണമെന്ന് മനസ്സിലാവില്ല. അതായത് ഇപ്പോൾ ഓൾറെഡി 2 കമ്പനീസ് പബ്ലിക് ആക്കി, അടുത്തതിനെ പറ്റി ഈ ഒരു അവസ്ഥയിൽ ഈ എനർജിയിൽ സംസാരിക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് കിട്ടുന്ന വാക്കുകളില്ല ശരിക്കും. ഞാൻ ഹോപ്പ് ചെയ്യാണ് നമ്മൾ വീഡിയോ കാണുന്നവരിലേക്കും അത് എത്തുമെന്നും അത് വലിയൊരു സ്പാർക്കായിട്ട് പലരെയും പല സ്വപ്നങ്ങൾ കാണും. ഇപ്പം ഞാനും എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ ഒരു ബിസിനസ് ജേണിയിലാണുള്ളത്, തുടങ്ങിയിട്ട് 4 വർഷമായി. തുടക്കമാണല്ലേ ഇത്. സാറിൻ്റെ സ്വപ്നം കാണും, കഥ കേൾക്കുമ്പോഴാണ് എല്ലാവരും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പിന്നിലാണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, പെട്ടെന്ന് എവിടെയെങ്കിലും എത്തണം. പക്ഷെ സമയം കുറെ സ്പെൻഡ് ചെയ്യാനും വലിയ അവസ്ഥകളിലേക്ക് എത്താനൊക്കെ വലിയൊരു സ്പാർക്ക് തന്നെയാണ് എന്നുള്ളത് എനിക്ക് വലിയൊരു സാധനമാണ് ഫീൽ ചെയ്യുന്നത്. എനിവേസ്, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനലിൽ കുറേ പേഴ്സണൽ ഫൈനാൻസിനും ഇൻവെസ്റ്റ്മെന്റിനും ഒക്കെ അറൗണ്ട് ആയതുകൊണ്ട് സാറിൻ്റെ അതുകൂടി മാത്രം സംസാരിച്ചിട്ട് എൻ്റെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൂടി ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഫൈനാൻസിനെ ഇരുന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം, വരവ് എത്രയാണ്, ചിലവ് എത്രയിൽ നിർത്തണം, ബാക്കി സേവിങ്സ് വേണം, അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ബേസിക്കലി ഭയങ്കര പിസ്കനാണ്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അങ്ങനെ എനിക്കധികം പണമൊന്നും വേണ്ട ജീവിക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പണം മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഈ ബിസിനസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുക എന്നല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇപ്പോഴും അങ്ങനെയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞെന്ന് തോന്നണം. അതായത് നമ്മളൊരു ആശയം
പ്രചരിപ്പിക്കുന്നു. അതിന് ടേക്കേഴ്സ് ഉണ്ടാവണം. അതിലുള്ളൊരു ത്രില്ല്. അപ്പോ സ്വന്തം ബിസിനസ്സിലേക്ക് അല്ലാതെ പൈസ എന്തിലേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല ഇല്ല. മ്യൂച്വൽ ഫണ്ട് ഇല്ല, സ്റ്റോക്ക് ഇല്ല, അത് റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്. അത് ഈ ഡിവിഡൻഡൊക്കെ കിട്ടുമല്ലോ. ആ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അതൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് എവിടെയെങ്കിലൊക്കെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ടുന്നുള്ളൂ. അതും മ്യൂച്വൽ ഫണ്ടിലേ ഇടുകയുള്ളൂ. അതും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അത് മറ്റേ 100% സേഫ് ആയിട്ടുള്ള ഇടുകയുള്ളൂ. കാരണം അത് നമുക്ക് മാർജിൻ കുറച്ച് കുറവ് മതി. എവിടെ കൊണ്ടുപോകാനാ? പക്ഷെ ഐ എം ഷുവർ ഒരു പോയിന്റ് കഴിഞ്ഞ് വെൽത്ത് ബിൽഡ് ആയപ്പോൾ കുറെ വെൽത്ത് മാനേജേഴ്സും കുറെ വലിയ പ്ലേയേഴ്സ് ഉണ്ടാവില്ലേ, വെൽത്ത് മാനേജേഴ്സ് ഒക്കെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടാകില്ലേ വെൽത്ത് ബെറ്റർ ആയിട്ട് അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഇല്ല, നമ്മുടെ ഓഫീസിലുള്ള ഒരു ടീമുണ്ട്. അവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ പറയും, ഞാൻ ഫിനാൻസിന്റെ ഒരു എക്സ്പെർട്ട് അല്ല. ഞങ്ങളുടെ CFO അല്ലെങ്കിൽ ടോപ്പ് അക്കൗണ്ട്സുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവർക്ക് ഞാനൊരു സ്ട്രോങ് വാർണിംഗ് കൊടുത്തിട്ടുള്ളത് ലാഭം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വെറുതെ പോയി പുലിവാല് പിടിക്കരുതേ. അത് ഞാൻ സമ്മതിക്കില്ല. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് കുറച്ച് ഡേറ്റകൾ കാണാൻ പറ്റുന്നത് ഫാമിലി ഓഫീസുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ത്രഷോൾഡിന് മുകളിൽ വെൽത്ത് ആയി കഴിയുന്ന എല്ലാ വലിയ ബിസിനസ്സുകാരും ഫാമിലി ഓഫീസ് സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്സിലേക്കും മറ്റ് കമ്പനീസിലേക്കും പ്രൈവറ്റ് കമ്പനീസിലേക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫാമിലി ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൾച്ചർ കണ്ടുവരുന്നുണ്ട്. സാർ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, ചിന്തിക്കുന്നേ ഇല്ല? അതിന് എനിക്കൊരു ഭാഗ്യം കിട്ടിയത് അതറിയാതെ വന്നു ചേർന്നതാണ്. ഞാൻ ആദ്യം V-Guard തുടങ്ങി, പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ വണ്ടർല തുടങ്ങി. എനിക്കാണെങ്കിൽ 2 ആൺമക്കളായിരുന്നു. ഇപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ 3 ഫാമിലികളാണ്. ഞാനും ഷീലയും ഒരു ഫാമിലി, മിഥുനും വൈഫൊക്കെ ആയിട്ട് വേറെ ഫാമിലി, അരുണും വേറെ ഫാമിലിയാണ്. അപ്പം അവിടെ വേറെ മറ്റേ അതേസമയം TVS ഒക്കെ എപ്പോഴും അല്ലെങ്കിൽ മുത്തൂറ്റൊക്കെ എപ്പോഴും എല്ലാം ഇങ്ങനെ 3rd ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കസിൻസൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കുക. ഇതിപ്പോൾ നിങ്ങളെല്ലാവരും ഇൻഡിപെൻഡൻ്റാ. തീർച്ചയായും. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് വേറെ എവിടെയും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അത് ഇതുകൊണ്ടും ആയിരിക്കില്ലേ സാറിന്റെ ലൈഫ്, സാറിന്റെ ബിസിനസ്സിൽ നിന്ന് തന്നെ വളരെ സോർട്ടഡ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല റിട്ടേൺസ് വരുന്നുണ്ട്, നല്ല ഇൻകം വരുന്നുണ്ട്. അപ്പോൾ മറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കേണ്ടി ആവശ്യം വന്നില്ല. അപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടായില്ല, നീഡില്ലാതെ. അതായത് ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ്, അതായത് ഓക്കെ എൻ്റെ അടുത്ത് 10 കോടി രൂപ സർപ്ലസ് ഉണ്ട്, അത് ഞാൻ എവിടെ ഇട്ടാലായിരിക്കും അത് 15 കോടി ആക്കാൻ പറ്റുക. ഞാനങ്ങനെ ചിന്തിക്കാറേ ഇല്ല. എനിക്കതിൻ്റെ അതിനകത്ത് എനിക്കൊരു ത്രില്ല് തോന്നുന്നുമില്ല. അതാണ് സത്യം. ഒരു സാധാരണക്കാരന് ശരിക്കും പക്ഷെ ചിന്തിക്കേണ്ടതില്ലേ? അതായത് ഒരു 30,000 50,000 സാലറി കിട്ടുന്ന, 1,00,000 രൂപ സാലറി കിട്ടുന്ന, 70,000 രൂപ 50,000 രൂപ ചെലവുകളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, പണം എന്ന് പറഞ്ഞാൽ അത് സ്കേഴ്സാണ്. അതായത് അത് സൂക്ഷിച്ച് ഉപയോഗിക്കാവൂ. സാധിക്കുമെങ്കിൽ ലീഗലായിട്ടുള്ള വേ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അതിനൊക്കെ എല്ലാ അറ്റംപ്റ്റും നടത്തണം. അത് എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേസമയം നേരത്തെ പറഞ്ഞ മാതിരി അതിനുണ്ടല്ലോ മ്യൂച്വൽ ഫണ്ടായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു വിരോധമില്ല. പക്ഷേ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം. അതിന് ആ കമ്പനിയെ പറ്റി സ്റ്റഡി ചെയ്യണം, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്യണം. എന്താണ് വെറും ഫ്ലൈ ബൈ നൈറ്റ് ആയിട്ടുള്ളവരും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അതിശക്തം പോഡ്കാസ്റ്റ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം സാറുമായിട്ട്. വെരി ഗുഡ്. ഇത്ര അധികം സമയം നമുക്ക് മാറ്റിവെച്ച് തന്നതിന് വളരെ നന്ദിയുണ്ട്. സാറിൻ്റെ ഇത്രയും അധികം ഓൾറെഡി ഇൻ്റർവ്യൂസും വീഡിയോസും ഉണ്ട്. എല്ലാം ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെയാണ്. അപ്പോൾ അത്രയും ഇൻഫർമേഷൻ ഓൾറെഡി ഔട്ട് ദെയർ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു എങ്ങനെ ഇത് വ്യത്യസ്തമാക്കാം. അല്ലെങ്കിലും നമ്മൾ അതിശക്തം പോഡ്കാസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, ഡെപ്തിലേക്ക് പോയി ഒരു വലിയൊരു വ്യക്തിത്വം മുന്നിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ പിക്ക് ചെയ്ത് അതിൽ നിന്ന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് എടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു അതൊരു വലിയ പരിധി വരെ നടന്നിട്ടുണ്ട് എന്നുള്ളതും കണ്ടവർക്ക് കാണുന്നവർക്ക് അത് വാല്യുബിൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സമയം തന്നതിന് വളരെയധികം നന്ദിയുണ്ട് സാർ. മുന്നിലേക്ക് ഞാൻ ഇത്രയും സമയം ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. കാരണം പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റി, പിന്നെ ഇതുവരെ ഒരു ഡിബേറ്റ് ചെയ്യാൻ പറ്റി. നല്ല കാര്യം.
പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും ഗുണം കിട്ടിയാൽ നല്ല കാര്യം. കിട്ടും, തീർച്ചയായിട്ടും. അതെ. അപ്പൊ എന്തായാലും മുന്നിലേക്ക് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ലുക്കിംഗ് ഫോർവേഡ്. വീഗാലാൻഡ് ഹോംസിന്റെ ഗ്രോത്ത് ജേണി ആയിരിക്കും ഇനി നമ്മൾ പുറത്തു നിന്ന് വാച്ച് ചെയ്യുക. പക്ഷേ എന്തായാലും താങ്കളൊരു വളരെ വലിയൊരു പുസ്തകമാണ്. കുറച്ചെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റട്ടെ എന്നും ഇനിയും പഠിക്കാൻ റിസോഴ്സസ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്നും പ്രതീക്ഷിക്കാം. ഇല്ല, ഞാന് പലരോടും പറയാറുണ്ട്, ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കിടക്കുന്ന ആളാണ്. 75, ഞാൻ 70 ഞാൻ ഒരു ടാർഗറ്റ് വെച്ചത്. എന്നിട്ട് ഞാനൊരു ലിവിങ് വില്ലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം ലെഞ്ചറുകളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം. Thank you very much, sir. താങ്ക് യു.